മൈത്രേയനാണ് ചേരുന്നത്. നമസ്കാരം. എമ്പുരാൻ എന്നൊരു സിനിമ ഇന്ത്യയിൽ തന്നെ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സംഭവം. കൂടുതൽ ആളുകൾ അറിയാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വായനയിലേക്കൊക്കെ എത്തിയെന്നാണ് ഇപ്പോൾ ആളുകൾ സംസാരിച്ചു തുടങ്ങുന്നത്. എമ്പുരാൻ എന്നുള്ള സിനിമ ഉള്ളത് കൊണ്ട് ആളുകൾ ഇതിനെ മനസ്സിലാക്കി. അതിൻ്റെ ഒരു ഇത് ശരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെറ്റ്, ഈ രണ്ട് സ്റ്റാൻഡുകൾ എടുത്ത് നിന്നു. അതുകൊണ്ട് എമ്പുരാൻ എന്നുള്ള സിനിമ റിലീസായത് ഈ കാര്യങ്ങളെ, ഗോദ്ര, സബർമതി എക്സ്പ്രസ് ഇഷ്യൂ, അതിനുശേഷം ഉണ്ടായിരുന്ന ഗുജറാത്ത് കലാപങ്ങൾക്കൊക്കെ ഒരു അറിവ് പകരാൻ ഹെൽപ്ഫുള്ളായി, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നൂറുകണക്കിന് ആൾക്കാർ പല സമയങ്ങളിൽ ഈ വിഷയം സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഒരു സ്റ്റേറ്റ് വൈഡായിട്ടോ അല്ലെങ്കിൽ നാഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനൊക്കെ തന്നെ എത്രയോ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുള്ളതല്ലേ. അത് അവിടെ ഇവിടെയൊക്കെ മുങ്ങിപ്പോയി കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മീഡിയം. അപ്പോൾ അതിനകത്ത് അത്തരത്തിലുള്ളൊരു വിഷയമെടുത്ത് അത് മനുഷ്യർക്ക് വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇടയാക്കുക എന്ന് പറയുന്നത് ഞാനതിനെ ഒരു രാഷ്ട്രീയമായ ഇടപെടലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ രാമായണവും മഹാഭാരതവും സീരിയൽ കാണിച്ച് ആൾക്കാരെ മുഴുവനും അതിൻ്റെ മുന്നിൽ ഇരുത്തിയിരുന്നില്ല. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ആ സാധനം മുഴുവനും ഡെവലപ്പ് ചെയ്ത് വന്നത് ആ ഒരു പ്രയോഗം കൊണ്ടാണെന്ന് എല്ലാവർക്കും കാണാവുന്നതാണ്. അതിനുശേഷം സിനിമകളെല്ലാം എടുത്ത് ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടും കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യരെ സ്വാധീനിക്കാനും അതുകൊണ്ടാണല്ലോ നമ്മൾ സെൻസർ ബോർഡൊക്കെ ഉണ്ടാക്കുന്നത്. അത് അങ്ങനെ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അപ്പോൾ അത് മറികടന്ന് ഇത്രയധികം ഒരു ഡിസ്കഷൻ ആ വിഷയത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് സിനിമയുടെ ചർച്ചയ്ക്കകത്തല്ല, സിനിമയുടെ രാഷ്ട്രീയമായിട്ടുള്ള അത് ഇടപെടുന്ന സ്പേസിനകത്ത്, സാമൂഹ്യമായി അത് ഇടപെടുന്ന സ്പേസിനകത്ത് വളരെ വലിയ ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ അതിന് കഴിഞ്ഞു എന്നുള്ളത്. ആ നിലവാരത്തിൽ അത് ഉന്നം വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഉന്നം വെച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ അത് നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിനെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ഈ ഇപ്പം എമ്പുരാൻ എന്നുള്ള സിനിമ ഈ ഒരു വിഷയം വന്നപ്പോഴാണോ കാണാൻ തീരുമാനിച്ചത്, അതോ കാണുന്ന സിനിമകളുടെ കൂട്ടത്തിൽ എമ്പുരാൻ വന്നു പോയതാണ്? ഇല്ല, ഞാനത് സാധാരണഗതിയിൽ കാണാറില്ല. ഞാനത് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡം വലിപ്പമുള്ളൊരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞാനത് സാധാരണഗതിയിൽ കാണത്തില്ല. അതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു മൂഡിലല്ല ഞാനൊക്കെ ജീവിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ. ഈ സിനിമ കാണണമെന്ന് ആലോചിച്ചത് എൻ്റെ ഒരു അപ്പോളജിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ. കാരണം എന്നെ അനുചിതമായി ഉപയോഗിച്ച ആൾക്കാർക്ക് അവരോടുള്ള പ്രതിഷേധം എന്നുള്ള നിലവാരത്തിലാണ് ഞാനത് ഞാൻ കാണും. എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം സിനിമ സംവിധായകരുടേതാണ് എന്ന് പറയുന്ന ഡിസ്കഷനകത്താണ് അത് വന്നത്. അഭിനയിക്കുന്നവരുടേതല്ല സിനിമ എന്നുള്ള എൻ്റെ നിലപാടത്. ഞാൻ അങ്ങനെയാണത് കാണത്തുള്ളൂ. മമ്മൂട്ടിയുടെ സിനിമ കാണുക, മോഹൻലാലിൻ്റെ സിനിമ കാണുക ഞാൻ ചെയ്യത്തില്ല. മമ്മൂട്ടി മോഹൻലാലും ഉള്ള സിനിമയ്ക്കകത്താണ് ഞാൻ കാണാൻ പോകുന്നത്. ഈ ബ്ലസ്സിയുടെ സിനിമ, ഭരതൻ്റെ സിനിമ അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സിനിമകളെ കാണേണ്ടത്. സത്യജിത്രയെ ഉണ്ടാക്കുന്നത്, അടൂർ ബാലകൃഷ്ണൻ ഉണ്ടാക്കുന്നത്, അരവിന്ദൻ ഉണ്ടാക്കുന്നത്, ജോൺ അബ്രഹാം ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരിക്കുന്ന, പണ്ടാണെങ്കിൽ സംവിധായകൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ. അവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിമിനകത്താണ് ഈ ബാക്കിയുള്ളവരെല്ലാവരും വരുന്നത്. അത് പാട്ടുകാരനുമല്ല, അങ്ങനെയാണ്. യേശുദാസിൻ്റെ പാട്ടെന്ന് പറഞ്ഞിട്ടൊരു പാട്ടല്ല, സംവിധായകരുടെ പാട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പെർഫോമർ ആകുക എന്ന് പറയുന്നത് പലരാകാം, പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ പലരാകാം. അത് അവർ ഒറിജിനലായിട്ട് അത് തോട്ട് ഔട്ട് ചെയ്യുന്നതാണ്, അത് ഡെപ്പിക്റ്റ് ചെയ്യുക. ഇത് സാധാരണഗതിയിൽ പണ്ട് ഇത് രണ്ടുപേരും ഒരാൾ തന്നെയായിരുന്നു. അത് പിൽക്കാലത്താണ് സ്ക്രിപ്റ്റ് വാങ്ങി ചെയ്യുക എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് രണ്ടുപേരുണ്ടാകുന്നുണ്ട്. അപ്പോഴും സംവിധായകനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ ആണ് സിനിമ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാവുന്നത്. അപ്പോൾ നമ്മളൊരു കഥ എഴുതി തീരുമ്പോൾ സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന ആർട്ടിസ്റ്റുകളിൽ ഈ ആൾ ഇതിന് പറ്റുന്ന ആളാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സ്ഥലം ഉണ്ടാകാം. അറിയപ്പെടുന്നവരെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ ക്യാരക്ടറുമായിട്ട് താതാത്മ്യപ്പെടുത്താൻ പറ്റും. പക്ഷെ അതേ സമയത്ത് പുതിയ ചില സ്ഥലങ്ങളിനകത്ത് അവരല്ല, വേറൊരാൾ വേണം, ഇപ്പോൾ ഉള്ളവരാരും ഇല്ല, അപ്പോൾ അവർ ഓഡീഷന് പരസ്യം ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയുന്നത്.
പക്ഷെ അത് ഏതോ ഒരു സമയത്താണ് ഈ അഭിനയിക്കുന്നവരുടെയും പാടുന്നവരുടെ പാട്ടും അഭിനയിക്കുന്നവരുടെ സിനിമയും ഉണ്ടായിപ്പോയത്. അതല്ല ഈ വിഷയമായിരുന്നു ഞാൻ അന്ന് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയാളൊരു നല്ല സിനിമ എടുത്തേ ഞാൻ കേട്ടിട്ടില്ല. അത് സത്യമാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ അയാളുടെ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള അറിവുമില്ല. പക്ഷെ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കുക എന്ന് പറയുന്നത് കാര്യമുണ്ട്. ഒരു സിനിമ ആളുകൾ കണ്ട് പറയുകയൊക്കെ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രെയിലർ കാണുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആൾക്കാർ എഴുതിയിരിക്കുന്ന റിവ്യൂസ്, അതിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ സിനിമ നമ്മളുടെ ടേസ്റ്റിന് പറ്റാത്തതാണോ അല്ലെങ്കിൽ കണ്ടിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ആളുകളിപ്പോൾ എന്നെ വെറുതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ തന്നെത്താൻ പോയി സിനിമ കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ കാണുന്നുണ്ടായിരുന്നു. അത് പലതരത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്തുമൊക്കെ സിനിമ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സന്യാസിയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ പോലും അരവിന്ദൻ്റെയും പത്മനാഭൻ്റെയൊക്കെ സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ കാണുമായിരുന്നു. ആ വേഷത്തിലായിരിക്കും പോവുക തിയേറ്ററിൽ. ഞാൻ വെള്ളയായിരുന്നു കേട്ടോ. അതെ, സന്യാസം എന്ന് പറയുമ്പോൾ ഈ കാവി ധരിച്ചിട്ടില്ല. പക്ഷെ അത് ബ്രഹ്മചാരി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സമയത്തും ഞാൻ ആ സിനിമകൾ കാണുമായിരുന്നു. അത് പത്മനാഭൻ്റെ സിനിമയൊക്കെ പെരുവഴിയമ്പലം ഒക്കെ ആദ്യത്തെ ദിവസം തന്നെ കണ്ടത്. കാരണം അതിൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് ഭയങ്കരമായിട്ട് മനസ്സിൽ പതിഞ്ഞു പോയ ഒരു കഥാപാത്രമാണ്. അത് കാരണം കൊണ്ട് അത് സിനിമയാക്കുന്നതെന്ന് കാണുന്ന അന്ന് തൊട്ട് ഇങ്ങനെ കണ്ടിരുന്ന. അപ്പം അങ്ങനെ സംവിധായകരുടെ സിനിമകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതിനകത്ത് നല്ല ആക്ടേഴ്സ് ഉണ്ടാകും. എല്ലാ പെർഫോമൻസും അവർ നന്നായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ നമുക്കറിയാം. അല്ലാതെ എല്ലാവരും എല്ലാ സിനിമയും അഭിനയിക്കാറൊന്നുമില്ല. വളരെ വെഴ്സറ്റൈലായ കുറച്ച് പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചില ക്യാരക്ടേഴ്സ് നന്നായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ടാകും, മറ്റത് കഴിയാതെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അവരുടെ സിനിമ കാണുക എന്ന് പറയുന്നത് യുക്തിയില്ല എന്നുള്ളതിൻ്റെ തുടർച്ചയ്ക്കകത്താണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വരി മാത്രം എടുത്ത് എൻ്റെയും പൃഥ്വിരാജിൻ്റെയും പടം വെച്ച് അതിൻ്റെ ചവിട്ടിൽ അത് വെക്കുമ്പം എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റി. അനുചിതമായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് പൃഥ്വിരാജിന് ഒരു തവണ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാൻ അയാൾ എൻ്റെ ഒരു സുഹൃത്തോ അല്ലെന്നുള്ള ഒന്നും അല്ല. അപ്പം പിന്നെ ഞാൻ അയാളെ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞുകൂടാത്തതാണ്. അപ്പോൾ മറ്റേത് ആ കോണ്ടെക്സ്റ്റിൽ പറയേണ്ടതുമാണ്. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞത് അസത്യമല്ല, അവർ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റല്ല. പക്ഷെ അത് അനുചിതമായി ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഇടപെട്ടോട്ടെ, ഇത്രയും സോഷ്യൽ അവെയർ ആയിട്ട് ഇപ്പം ഈ ആടുജീവിതത്തെ പറ്റിയിട്ടൊന്നും അങ്ങനെ കേൾക്കുമോ, മനസ്സിലാക്കുമോ? ആടുജീവിതം ബ്ലെസ്സിയുടെ സിനിമയല്ലേ? അങ്ങനെ ഞാൻ ഈ സംവിധായകൻ എന്നുള്ള നിലവാരത്തിൽ ഞാൻ കേട്ടിട്ടില്ല എന്ന് മാത്രമാണ്. അല്ലാതെ അത് അയാൾ എടുത്ത സിനിമകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നീട് ഇപ്പം ആൾക്കാർ പറഞ്ഞാണ് വേറെ 2 സിനിമയും കൂടെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ലൂസിഫർ സ്വാഭാവികമായിട്ട് ഞാൻ കാണത്തില്ല. എനിക്ക് അതിൻ്റെ ഈ പരസ്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ചിലപ്പോൾ അതിനകത്ത് നല്ല വശങ്ങളുണ്ടാകാം. ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ എമ്പുരാൻ കാണാതിരുന്നാലും അതിനകത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല. അപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടാവും, അത് സംശയമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ഒരു ടേസ്റ്റിലുള്ള ലോകമല്ല. ഇപ്പോൾ ഞാൻ